ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയ മഹാവൈദ്യനായിരുന്നു പ്രാചീന ഭാരതത്തിലെ നാഗാർജുനൻ. സ്വന്തമായ ആശ്രമവും ആശ്രമത്തിൽ ആയുർവേദ പരീക്ഷണശാലയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തെരുവിൽ അലയുന്ന രോഗികളെപ്പോലും ആശ്രമത്തിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുക പതിവായിരുന്നു. നാട്ടുരാജാവാണ് അദ്ദേഹത്തിനു വേണ്ട എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നത്. പരീക്ഷണശാലയിലെ എല്ലാ ജോലികളും നാഗാർജുനൻ തനിച്ചാണ് ചെയ്തത്. ഒരു ദിവസം നാഗാർജുനൻ രാജാവിനോട് പറഞ്ഞു, എനിക്ക് പ്രായമായി വരികയാണ്. പരീക്ഷണശാലയിലേക്ക് ഒരു സഹായിയെ കിട്ടിയാൽ നല്ലതായിരുന്നു. മൂല്യബോധവും അർപ്പണ മനോഭാവവുമുള്ള ഒരാളെയാണ് വേണ്ടത്. പിറ്റേ ദിവസം രാജാവ് 2 ചെറുപ്പക്കാരെ നാഗാർജുനന്റെ അടുത്തേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പരീക്ഷിച്ചറിഞ്ഞ ശേഷം ഇവരിൽ ഒരാളെ സഹായിയായി നിയമിക്കാം. പിറ്റേന്ന് ചെറുപ്പക്കാർ 2 പേരും നാഗാർജുനന്റെ ആശ്രമത്തിലെത്തി. 2 ആളും സമർത്ഥരായിരുന്നു. വിശിഷ്ടമായ ഒരു ഔഷധ സസ്യം ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് നാഗാർജുനൻ പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ ഈ ഔഷധ സസ്യം ഉപയോഗിച്ച് മുറിവുണക്കാനുള്ള മരുന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരണം. പോകുമ്പോൾ രാജവീതിയിലൂടെ മാത്രമേ പോകാവൂ. 2 പേരും നാഗാർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാമെന്ന് സമ്മതിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോൾ 1-മൻ അതിവിശിഷ്ടമായ മരുന്നുമായി തിരിച്ചെത്തി. എല്ലാവരും മരുന്നിനെക്കുറിച്ച് പ്രശംസിച്ചു പറഞ്ഞു. നാഗാർജുനൻ അഭിനന്ദിച്ചു. അധികം താമസിയാതെ തന്നെ 2-മൻ തിരിച്ചു വന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ മരുന്നുണ്ടായില്ല. വളരെ ദയനീയമായി അവൻ നാഗാർജുനനോട് പറഞ്ഞു, എനിക്ക് മരുന്നുണ്ടാക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങ് പറഞ്ഞ രാജവീതിയിലൂടെയാണ് ഞാൻ പോയത്. അവിടെ പനി പിടിച്ച് അവശനായി വിറങ്ങലിച്ച് ഒരു സാധു കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കുകയായിരുന്നു. നാഗാർജുനൻ എഴുന്നേറ്റ് നിന്ന് ഇദ്ദേഹത്തെ അഭിനന്ദിച്ചു. മകനെ, നീ പരീക്ഷയിൽ വിജയിച്ചിരിക്കുന്നു. ഔഷധ സസ്യം ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ കാര്യം രോഗിയെ എങ്ങനെ സാന്ത്വനിപ്പിക്കുന്നു എന്നതിലാണ്. നിന്നെയാണ് എൻ്റെ പിൻഗാമിയായി ഈ ആശ്രമത്തിന് വേണ്ടത്. സുഹൃത്തെ, ഏതു മേഖലയിലായാലും കഴിവിനേക്കാൾ മേന്മയുള്ള ഒന്നാണ് കാരുണ്യം.